കുറച്ച് ദിവസങ്ങളിലായി രേണു സുധിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള അധിക്ഷേപമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസമായി ഈ ഒരു രേണു സുധിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ഒരു അധിക്ഷേപം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. സുധിയുടെ മരണത്തിന് ശേഷം രേണു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫുൾ ടൈം സജീവമാണ്. നമുക്കറിയാലോ, രേണു അഭിനയവും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട് വീഡിയോസും ആയിട്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ രേണുവിന്റെ എല്ലാ വീഡിയോസിനും താഴെ മോശം കമന്റുകളും വരാറുണ്ട്. സുധിയുടെ മരണത്തിന് ശേഷം രേണു എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നതെന്നാണ് ചിലർ ചോദിക്കുന്നത്. ഇപ്പോൾ രേണുവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പ്രതികരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര. ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. അവരുടെ ലൈഫ്, അവരുടെ ഇഷ്ടം, അവരുടെ റൂൾസ്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ആരാ എന്ന് അവർ ചോദിക്കും. എന്തിനാണ് വെറുതെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. നമ്മള് മറ്റൊരാളുടെ ലൈഫ് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട. അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കൂ. എന്തിനാണ് അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമുണ്ടോ? പുള്ളിക്കാരി അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്നായിരുന്നു ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിരുന്നത്. സുധിയുടെ മരണത്തിന് ശേഷം രേണുവിനെ ഒരുപാട് പിന്തുണച്ച വ്യക്തിയാണ് ലക്ഷ്മി നക്ഷത്ര. ലക്ഷ്മി നക്ഷത്ര രേണുവിനെയും മക്കളെയും ഒക്കെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്തിരുന്നു. ഇതിനെതിരെ ലക്ഷ്മിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നപ്പോഴും രേണു ലക്ഷ്മി നക്ഷത്രയ്ക്കൊപ്പമാണ് നിന്നത്. സുധിയുടെ മരണസമയത്ത് ധരിച്ചിരുന്ന ഷർട്ടിന്റെ മണം ഉപയോഗിച്ച് പെർഫ്യൂമാക്കിയ വീഡിയോ ലക്ഷ്മി പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ലക്ഷ്മി നക്ഷത്രക്കെതിരെ വിമർശനം രൂക്ഷമായത്. എന്നാൽ താൻ പറഞ്ഞിട്ടാണ് ലക്ഷ്മി അത് ചെയ്തത് എന്നാണ് രേണു പറഞ്ഞിരുന്നത്. എന്നാൽ നമ്മൾ ഇപ്പൊ നോക്കുവാണെങ്കിൽ രേണു ലക്ഷ്മിയെ ഒരുമിച്ചുള്ള വീഡിയോസേ കാണാറില്ല. ലക്ഷ്മിയുമായി കോണ്ടാക്ട് ഉണ്ടോ എന്ന ചോദ്യത്തിന് ലക്ഷ്മി ഫ്രീ ആകുമ്പോൾ മെസ്സേജ് അയക്കും, തിരക്കല്ലേ, പിന്നെ ഞാനും അടുത്തിടെ കുറച്ച് തിരക്കാണ് എന്നായിരുന്നു രേണു സുധി പറഞ്ഞത്. അത് മാത്രമല്ല, താൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നതെന്നും വേറെ ആരും തീരുമാനിക്കാറില്ല. മൂത്ത മകനെ എല്ലാം അറിയിക്കും. വർക്കൊക്കെ വരുമ്പോൾ അവനോട് പറയും. സുധിച്ചേട്ടന്റെയും എന്റെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ട് എന്നാണ്. താൻ സമൂഹത്തിലേക്ക് ഇറങ്ങി മോഷ്ടിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെയാണ് രേണു സുധി പറഞ്ഞിരുന്നത്. ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള റൊമാന്റിക് വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെയായിരുന്നു രേണുവിനെതിരെയുള്ള ഇത്തരം സൈബർ ആക്രമണം ശക്തമായത്. എന്നാൽ അഭിനയം തന്റെ ജോലിയാണെന്നും അത് തുടരുമെന്നാണ് രേണു പറഞ്ഞത്. ഭർത്താവില്ലാത്ത സ്ത്രീയെ എന്ത് തെറിയും വിളിക്കാമെന്നാണോ? റീൽ ചെയ്യുന്നത് ഇത്ര വലിയ പാതകമാണോ? നെഗറ്റീവ് കമന്റുകളോട് ഞാൻ പ്രതികരിക്കാറില്ല. തെറി വിളിക്കുന്നതാണ് പ്രശ്നം. റീൽ ചെയ്യുന്നത് മക്കളെ പോറ്റാനാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ്. നാടകത്തിൽ അഭിനയിക്കുന്നതും അത് എന്റെ പ്രൊഫഷൻ ആയതുകൊണ്ടാണ്. അത് മക്കളെ പോറ്റാൻ വേണ്ടിയാണ്. ഇതൊക്കെ അഭിനയമാണ്. ക്യാമറയുടെ മുന്നിലല്ലേ ചെയ്യുന്നത്, അല്ലാതെ രഹസ്യമായല്ലോ. ഇന്റിമേറ്റ് സീനിൽ അഭിനയിക്കേണ്ടി വന്നാലും ഞാൻ അഭിനയിക്കുമെന്നാണ് രേണു പറഞ്ഞിരുന്നത്.